നമസ്കാരം. കേരള ബി.ജെ.പിയെ നയിക്കുന്ന കെ.ജെ.പി പക്ഷവും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര ഏറെക്കാലമായി കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ വരെ ചർച്ചാ വിഷയമാണ്. 2016 മുതൽ പിണറായി വിജയൻ നയിക്കുന്ന കേരള സർക്കാർ നടത്തുന്ന കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരെ പ്രതിപക്ഷത്തിന്റേതായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതിഷേധിക്കുന്നതിനോ സമരങ്ങൾ നയിക്കുന്നതിനോ കേരള ബി.ജെ.പി തയ്യാറാകുന്നില്ല. സ്വർണക്കള്ളക്കടത്തിലും ഡോളർ കള്ളക്കടത്തിലും സഹകരണ ബാങ്ക് കൊള്ളയിലും കരിമണൽ മാസപ്പടിയിലും കോവിഡ് തട്ടിപ്പിലും പിണറായി വിജയനും മകൾ വീണ വിജയനുമെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും ഇതിനെതിരെയൊന്നും യാതൊരു പ്രതിഷേധ സമരങ്ങളും നടത്തുന്നതിന് കേരള ബി.ജെ.പി നേതൃത്വം തയ്യാറായിട്ടില്ല. ഇതിന് നന്ദിയായിട്ടാകണം കൊടകര കുഴൽപ്പണ കേസും കെ സുരേന്ദ്രന്റെ മകന്റെ പിൻവാതിൽ നിയമനവും ഒത്തുതീർപ്പാക്കിയത്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന്റെ ശക്തമായ ഇടപെടൽ മൂലം ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാൻ കഴിയാതെ പോയ കേരള ബി.ജെ.പി നേതൃത്വത്തിന് ബി.ജെ.പി വോട്ടുകൾ നേടിയെടുക്കാൻ കഴിഞ്ഞു. വോട്ട് ശതമാനം വർദ്ധിച്ചതിലൂടെ അത് തങ്ങളുടെ കഴിവെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന കേരള ബി.ജെ.പി നേതൃത്വത്തെ പിന്തുണച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പോലും രംഗത്ത് വന്നിരുന്നു. ഈഴവ വോട്ടുകൾ BDJS-ലൂടെ ബി.ജെ.പിയിലെത്തി എന്ന പ്രസ്താവനയിലൂടെ BDJS-നെ NDAയിൽ തന്നെ നിലനിർത്തുന്നതിനാണ് CPM ലക്ഷ്യമിട്ടത്. 4.5 ലക്ഷം ഈഴവ വോട്ടുകളുള്ള കോട്ടയം മണ്ഡലത്തിൽ BDJS സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചിട്ട് പോലും 1.65 ലക്ഷം വോട്ടുകൾ മാത്രമാണ് നേടിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PC തോമസ് നേടിയതിനേക്കാൾ 9,911 വോട്ടുകൾ മാത്രമാണ് അധികം നേടിയത്. BDJS സംസ്ഥാന അധ്യക്ഷനെ പോലും വിശ്വാസമില്ലാത്ത ഈഴവർക്ക് എങ്ങനെ BDJS-നെ പിന്തുണയ്ക്കാനാകും? ഈഴവ വോട്ടുകൾ ബി.ജെ.പിക്ക് കിട്ടിയത് അവരുടെ ദേശീയ മനോഭാവത്തിന്റെ തെളിവാണ്. നരേന്ദ്രമോദി നയിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളിലും ജനക്ഷേമ പദ്ധതികളിലും ആകൃഷ്ടരായ ഈഴവ സമുദായം ബി.ജെ.പിക്ക് വോട്ട് ചെയ്തു. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും വെറും കള്ളപ്പള്ളികളാണ് എന്ന് ഈഴവ സമുദായത്തിന് മനസ്സിലായി. ഈഴവരുടെ ചോര കുടിച്ച് വീർത്ത രാക്ഷസന്മാരാണ് SNDPയുടെ രക്ഷകരായി അവതരിച്ച വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയും എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവർ തന്നെയാണ് ഈഴവ ജനത. കേരളം കൊള്ളയടിക്കുന്ന പിണറായി വിജയനെതിരെ കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ഷോൺ ജോർജ് നടത്തുന്ന പോരാട്ടത്തിൽ ഏറെ വേദനിക്കുന്നത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും കെ.ജെ.പി പക്ഷ നേതാവ് വി മുരളീധരനുമാണ്. 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ 40 മണ്ഡലങ്ങളിൽ സഹായിച്ച് വീണ്ടും തുടർഭരണം നൽകണമെന്നും പകരമായി ആർക്കും ഈ അന്തർധാരയിൽ സംശയം തോന്നാതിരിക്കാൻ 10 മണ്ഡലങ്ങളിൽ ബി.ജെ.പി സ്ഥാനാർത്ഥികളായ കെ.ജെ.പി പക്ഷകരെ വിജയിപ്പിക്കണം എന്നും കരാറുണ്ടാക്കി ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിൽ തുടരുന്ന കെ സുരേന്ദ്രന് പിണറായി വിജയനെ ഷോൺ ജോർജ് ആക്രമിക്കുന്നതിൽ വിഷമം തോന്നുക സ്വാഭാവികം മാത്രം. സുരേന്ദ്രന്റെ അന്ത്യശാസനത്തെ പുച്ഛത്തോടെ തള്ളിയ ഷോൺ ജോർജ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയാലും പിണറായി വിജയനെതിരായ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വയനാട്ടിൽ തോറ്റ് തൊപ്പിയിട്ട കെ സുരേന്ദ്രൻ കെട്ടിവെച്ച കാശ് പോലും നഷ്ടപ്പെട്ടുവെങ്കിലും ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായി തുടരാനുള്ള തത്രപ്പാടിലാണ്. കെ.ജെ.പി പക്ഷത്തിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ഒരവസരം കൂടി കിട്ടിയാൽ കേരളത്തിൽ പിന്നെ ബി.ജെ.പി ഉണ്ടാകില്ല. കേരള ബി.ജെ.പിയെ നയിക്കുന്ന കെ.ജെ.പി പക്ഷ നേതാക്കൾക്കൊന്നും കഴിയാത്ത വിധം നരേന്ദ്രമോദി സർക്കാരിനെയും ദേശീയ ബി.ജെ.പി നേതൃത്വത്തെയും പിന്തുണച്ച് ചാനൽ ചർച്ചകളിൽ എതിരാളികളെ നിലംപരിശാക്കുന്ന ശ്രീജിത്ത് പണിക്കരെ പോലും അസൂയയോടെയും കുശുമ്പോടും കൂടി നോക്കുന്ന കെ സുരേന്ദ്രൻ കേരള ബി.ജെ.പിയുടെ കാലനാണെന്ന് ഭജന സംഘത്തിനും കുഴലൂത്തുകാർക്കുമൊഴികെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം. ന്യൂസ് 18, മനോരമ, റിപ്പോർട്ടർ എന്നീ ചാനലുകൾക്ക് കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും പിന്തുണയ്ക്കുന്നത് ബി.ജെ.പിയെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് കെ സുരേന്ദ്രന്റെ അന്ത്യശാസനമൊന്നും ബി.ജെ.പിയെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കേരളത്തിലെ ബി.ജെ.പി പ്രവർത്തകർ പുല്ലുവില പോലും നൽകില്ല.
നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്ന കേരള BJP പ്രവർത്തകരെ ഉടുക്കുകൊട്ടി ഭയപ്പെടുത്താമെന്ന് കെ സുരേന്ദ്രൻ കരുതുന്നത് തന്നെ അറിവില്ലായ്മ കൊണ്ടാണ്. വെടിക്കെട്ടുകാരന്റെ മകനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കല്ലേ സുരേന്ദ്ര.